ഹായ് മക്കളെ, എക്സ്പ്രസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് തേങ്ങ ചിരണ്ടി വിരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം എന്നിട്ടാ ഞാൻ ഈ പരിപ്പ് കഴിയാണ്ട് വാർത്ത് വെച്ചേനു. ഈ പരിപ്പ് വിരിട്ട് കൊടുത്തിക്കണ് വറക്കാൻ. കാണുന്നുണ്ടോ? എന്നിട്ടോ പരിപ്പാണിത്. നല്ലോണം പൊരിഞ്ഞിട്ടെ. തേങ്ങ ഞാൻ ഇടുന്ന മുന്നേ ഇടണ്ടീനി മറന്നു. ഇതാണ് ഇവിടെ കിടന്ന് ഒന്ന് തണ്ട് പൊരിഞ്ഞിട്ടിയാൽ റെഡിയായി. പൂളും വേണേ. വേറെന്താ ഈ ഉറങ്ങി ഈ കണ്ണറ്റ മാളിയോ? എന്താണ് അപ്പൊ എനിക്ക് ഉറങ്ങിക്കൂടെ? എന്നിട്ടാ സാമ്പാറിനൊക്കെ വറുത്ത് കഴിഞ്ഞ് കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി, ജീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉലുവ എല്ലാ സാധനവും ഇട്ട് വറുത്താണിത്. ഇവിടെ എല്ലാം ഇട്ട് വറുത്തതാട്ടാ. ചൂടഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് ആട്ടിയെടുക്കണം. ഇതാ നമ്മളെ സാമ്പാറൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. തിളച്ച് റെഡിയായി. അരിപ്പ് ഇതാ നല്ലോണം ആടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തെളിച്ച് കൊടുക്കാം. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. കായൊക്കെ ഇട്ട് കൊടുത്തിക്കുന്ന വറുക്കുന്നതിൽ ദിവസം വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കേൾക്കാട്ടെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആവാൻ കൂടെ ഒന്ന് തിളച്ചാൽ മതി. ഇച്ചിരി കുരുമുളകും പൊടി കൂടെ ഇട്ടു. ലേശം കുരുമുളക് ഉണ്ടായിക്കോട്ടെ. ലേശം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. വറക്കുമ്പോൾ രണ്ടണി കുരുമുളക് ഇട്ട് കൊടുത്തതാണ്. ലേശം ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് എത്തിയിട്ട് അതിൻ്റെ ചൊയ മുന്നിട്ട് നിൽക്കും. കരിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാ നമുക്ക് കരിവേപ്പിൻ്റെ ഈരിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇതാ കേട്ടോ, നല്ല മല്ലിച്ചപ്പാണ്. ഇതിലേക്ക് നമുക്ക് ചെറുങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അങ്ങനെ നമ്മളെ ദോശയിലേക്കുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ദോശ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കട്ടോ. ഓക്കെ, മായമില്ല, മന്ത്രമില്ല, അടിപൊളി സാമ്പാർ റെഡി. സാമ്പാർ റെഡി. തിളച്ചില്ലേ? നല്ല തിളച്ചട്ടാ. ഓക്കെ കേട്ടോ. ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. സാമ്പാർ തൂമിക്കാനാണ്. കടുക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ലേശം വെളുത്തുള്ളി ചതക്കിയതാണ്. വെളുത്തുള്ളി ചതക്കിയും കൂടെ ഇട്ടെടുത്ത് ചെറിയൊരു രസം തൊഴിൽ വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കാക്കുക. കഴിഞ്ഞിട്ട് ഇതിലേക്ക് ധാരാളം വറ്റൽമുളക് ഇട്ടെടുത്ത് എന്നിട്ട് കറി കൊണ്ട് തൂമിച്ചാൽ അടിപൊളി. വറവ് ചെയ്താൽ അടിപൊളി ടേസ്റ്റായി. തീ ഓഫാക്കി
നമുക്ക് ഇതിനെ കണ്ടുപിടിച്ച് കൊടുക്കാം. കറി തൂമിച്ചിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.